തന്നെ ഡിഫറെൻറ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സിൻ്റെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ, അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഭാഗം അതും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, സെപ്പറേറ്റ് റിവിഷൻ കംപ്ലീറ്റ് ഡിസ്കഷൻ നടത്തിയതാണ്, അത് ഞാൻ വീണ്ടും പോയില്ല. ബാക്കിയുള്ള ഇമ്പോർട്ടൻറ്റ് തിയറീസ് ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് അതിൽ നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്. ബോണ്ട്സ് അല്ലെ, പ്രൈമറി ബോണ്ട്, സെക്കൻഡറി ബോണ്ട്, ഇൻഡിവിജ്വലായിട്ട് ക്വസ്റ്റ്യൻസ് വരാം. ഇമ്പോർട്ടൻറ്റ് ടേംസ് ഉണ്ട്, കുറച്ച് ടെർമിനോളജീസ്, ആ ടെർമിനോളജീസ് ക്വസ്റ്റ്യൻസ് വരാം അല്ലെ. എന്താണ് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ, എന്താണ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ, എന്താണ് കോർഡിനേഷൻ നമ്പർ, അതുപോലെ തന്നെ വേറെ കുറേ ഡെൻസിറ്റി, ഓക്കെ, അതുപോലത്തെ കുറച്ച് ടേംസ് ഉണ്ട്. അതുകൂടാണ് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്തു അല്ലേ. എന്താണ് ഹോൾപെക്ക് ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇതിന്റെ ഈ സ്ലൈഡ് കഴിഞ്ഞിട്ട് വരും, എന്തായാലും ആ ടോപ്പിക് നമ്മൾ നോക്കും. അതുപോലെ തന്നെ ഡെൻസിറ്റി കാൽക്കുലേഷന്റെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാം. പ്രോബ്ലംസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 5 to 6 മാർക്സ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. സിമ്പിൾ പ്രോബ്ലംസ് ആണുള്ളത്, ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ സോൾവ് ചെയ്തിട്ടുണ്ട് ബേസിക് പ്രോബ്ലംസ് ഒക്കെ. ഓക്കെ, സോ ഇന്ന് നമ്മൾ നോക്കുന്നത് സെക്കൻഡ് മോഡ്യൂളിലെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള മെക്കാനിസം ഓഫ് ക്രിസ്റ്റലൈസേഷൻ ആണ്. പക്ഷെ എന്താണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ മെറ്റാലിക് മെറ്റീരിയൽസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നത് അല്ലേ. സോ മീൻസ് ദാറ്റ് വി ആർ ഡീലിംഗ് വിത്ത് ക്രിസ്റ്റൽസ്. ഓക്കെ, ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് വിൽ ബി ഇൻ സോളിഡ് ഫോം അല്ലേ. നമുക്കറിയാം മാറ്റർ എക്സിസ്റ്റ് ഇൻ ലിക്വിഡ്, സോളിഡ് ആൻഡ് ഗ്യാഷ്യസ് ഫോംസ്. So crystallization or crystal materials mean they exist in solid state. Okay. So നമുക്കറിയാം പക്ഷെ മെറ്റാലിക് മെറ്റീരിയൽസ് അതിന്റെ ലിക്വിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യും അല്ലേ. ഇവൻ നമുക്ക് അതിന്റെ അടുത്ത ഫോമിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ, ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിൽ, അത് ഡിഫറെൻറ്റ് ഫേസസിലായിരിക്കും അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ഇത് എങ്ങനെയാണ് ഈ മെറ്റീരിയൽസ് എല്ലാം നമുക്ക് പ്രോസസ് ചെയ്തുണ്ടാക്കുന്നത് നമുക്കറിയാം അല്ലെ. ഫോർ എക്സാമ്പിൾ അയൺ ഈസ് പ്രോസസ് ഫ്രം അയൺ ഓർ, അലുമിനിയം ഫ്രം അലൂമിനിയം ഓർ. സോ എവരി എലമെന്റ്സ് ദേ ആർ പ്രോസസ്ഡ് ഫ്രം ദെയർ ഓർ അല്ലെ. സോ അതിനാണ് നമ്മൾ മെറ്റലർജി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇൻവോൾവ്സ് ഡിഫറെന്റ് ഹീറ്റ് ട്രീറ്റ്മെന്റ്, അതർ പ്രോസസ്സസ്, ഹീറ്റിംഗ്, കൂളിംഗ് ആൻഡ് പ്രോസസ്സസ് ഇറ്റ് ഇൻവോൾവ്സ്. സോ അതിൽ വരുന്നതാണ് ഈ സോളിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ സോളിഡിഫിക്കേഷൻ ഓഫ് പ്യുവർ മെറ്റൽസ്, പ്യുവർ മെറ്റൽസിന്റെ കേസിൽ സോളിഡിഫിക്കേഷൻ ഓഫ് പ്യുവർ മെറ്റൽസ് ഇറ്റ് ഈസ് കോൾഡ് ക്രിസ്റ്റലൈസേഷൻ. അപ്പോൾ ലിക്വിഡിൽ നിന്ന് അത് ക്രിസ്റ്റലായിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സ്, സോ അതിൻ്റെ അകത്ത് അതിൻ്റെ ഇന്നർ അറ്റോമിക് ലെവലിൽ എന്തൊക്കെയോ പ്രോസസ്സ് നടക്കുന്നുണ്ട്. സോ അതിനെ നമ്മൾ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് ദ ട്രാൻസിഷൻ ഫ്രം ലിക്വിഡ് സ്റ്റേറ്റ് ടു സോളിഡ് സ്റ്റേറ്റ്. ഇനീഷ്യൽ സ്റ്റേറ്റിൽ എന്താ സംഭവിക്കുന്നത്? സോ ഇനീഷ്യൽ നമ്മൾ നോക്കുമ്പോൾ അതിൽ ഒരു ലിക്വിഡ് ഫേസസ്, നമ്മുടെ അടുത്തുള്ളൊരു മെറ്റീരിയൽ ഉണ്ട്, ഒരു പ്യുവർ മെറ്റൽ ഉണ്ട്, അത് അതിന്റെ ലിക്വിഡ് ഫേസിലാണുള്ളത്. നമുക്കറിയാം ഉരുക്കി ഒഴിച്ചിട്ട് നമ്മൾ അതിനെ ഡിഫറെന്റ് ഷേപ്സിലേക്ക് മാറ്റുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒരു ടെമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ വിഗ്രഹം ഉണ്ടാക്കുക, നമുക്കറിയാം അതെങ്ങനെയാണ്. അതിന്റെ ഒരു അച്ചുണ്ടാവുമല്ലോ, ഒരു രൂപം, ഡൈ, അതിലേക്ക് നമ്മൾ ഉരുക്കി ഒഴിക്കുക ചെയ്യുന്നത്. അപ്പൊ അത് സോൾഡിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആ രൂപത്തിൽ കിട്ടും അല്ലെ. നമ്മൾ ഉണ്ടാക്കുന്ന നിലവിളക്ക് ഉണ്ടാക്കുമ്പോൾ അതും ഇതുപോലെ തന്നെ ചെയ്യുന്നത്. ഇതൊക്കെ കാസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് അല്ലെ. അപ്പൊ അവിടെയെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ലിക്വിഡ് ഫോമിലേക്ക് മാറ്റും, മോൾട്ടൺ ഫോമിലേക്ക് മെറ്റലിനെ മാറ്റിയിട്ട് ആഫ്റ്റർ ദാറ്റ് വി വിൽ കൂൾ ഇറ്റ്. സോ ന്യൂ ക്രിസ്റ്റൽസ് വിൽ ഫോം. സോ ഇതിന് അതൊരു എക്സാമ്പിൾ മാത്രമാണ്. അതുപോലെയാണ് നമ്മൾ ഈ ക്രിസ്റ്റലൈസേഷൻ ഉണ്ടാകുന്നത്. എല്ലാ മെറ്റീരിയൽസും നമുക്ക് ക്രിസ്റ്റലൈസ് ചെയ്യാം. ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ അത് അതിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറിലൊക്കെ ചില മാറ്റങ്ങൾ വരും. So when the temperature of the molten metal is brought down, it is possible that some atoms at any given instant may group together in positions exactly corresponding to the space lattice they assume when solidified. So we know that there are different crystal structures available. So metallic crystal exist in generally they will seen in three important structure. ഏതൊക്കെയാണ്? body centered cubic structure, face centered cubic structure and hexagon closed pack structure. ഈ ഒരു 3 സ്ട്രക്ചർ ആയിട്ടാണ് സാധാരണ മോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽസ്, മെറ്റാലിക് മെറ്റീരിയൽസ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മൾ ഈ സോളിഡിഫിക്കേഷൻ പ്രോസസ്സിൽ എന്താണ് നമുക്കതിൽ കാണാൻ വേണ്ടി പറ്റും. ഈ മെറ്റീരിയൽ സോളിഡിഫൈ ചെയ്യുന്ന സമയത്തും അതിലുള്ളിലെ ആറ്റംസ് പരസ്പരം, ലിക്വിഡ് ഫേസിൽ ആറ്റംസ് ഫ്രീ ടു മൂവ് ആയിരിക്കും അല്ലെ. സോളിഡ് എത്തുമ്പോൾ അതിന് സ്റ്റെബിലിറ്റി കിട്ടും. സോ ആ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അത് ഗ്രൂപ്പ് ചെയ്യും പരസ്പരം, അത് തമ്മിലൊരു ബോണ്ടിങ് ഗ്രൂപ്പ് ഫോർമേഷൻ നടക്കും. ആ ഗ്രൂപ്പ് ഫോർമേഷൻ നടക്കുന്നത് നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്ട്രക്ചർ രൂപത്തിലായിരിക്കും. ഒന്നെങ്കിൽ HCP ആയിരിക്കും, അല്ലെങ്കിൽ FCC ആയിരിക്കും, അല്ലെങ്കിൽ BCC ആയിരിക്കും. സോ ദ ആറ്റംസ് at any instant it began to group together in positions exactly corresponding to the space lattice they assume when solidified. These aggregate or groups are not permanent but continually break up and
group at other points. So one time they will group, അത് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഈ നമ്മളെ ടെമ്പറേച്ചർ നമ്മൾ കുറച്ചുകൊണ്ട് വരുന്നുണ്ട്. നമ്മൾ ഇതിനെ സോൾഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ടെമ്പറേച്ചർ കുറച്ചുകൊണ്ട് വരുമ്പോൾ ഇതുപോലത്തെ ആറ്റംസ് ചില സ്ഥലത്ത് കൂടി യോജിച്ച് നിൽക്കും, വീണ്ടും പൊളിയും, വീണ്ടും യോജിക്കും, അതുപോലെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വന്ന് എന്ത് ചെയ്യും, അവസാനം അതൊരു കുറച്ചൊരു സ്റ്റേബിൾ ആയ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും. ആ ഇനീഷ്യൽ ഗ്രൂപ്പിനെ നമ്മൾ പറയുന്നത് എംബ്രിയോസ് എന്ന് പറയുന്നത്. ഓക്കെ, so when the temperature of the liquid is sufficiently decreased, the atomic movement also decreases. So atomic movement കുറയും, കാരണം അത് സോളിഡിലേക്ക് പോവുകയാണ്. This lengthens the life of the group and also promotes the formation of more groups within the liquid. Such groups are known as embryos. So ആ ലിക്വിഡ് സ്റ്റേറ്റിൽ, ആ ലിക്വിഡ് ആ ഒരു വോളിയത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലത്തെ അറ്റംസ് ഗ്രൂപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. സോ അങ്ങനെ ഫോം ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെ, അല്ലെങ്കിൽ അത് സോൾഡിഫൈ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന ആ സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതിനെ നമ്മൾ എംബ്രിയോസ് എന്ന് പറയും. ഓക്കെ, സോ എംബ്രിയോസ് എന്നാണ് അടുത്തത് അതിന്റെ ന്യൂക്ലിയേഷൻ ലെവലിലേക്ക് എത്തുന്നത്. സോ എംബ്രിയോസ് ഫോർമേഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്ത സ്റ്റെപ്പാണ്. ന്യൂക്ലിയേഷന് ശേഷം അവിടെ എന്ത് സംഭവിക്കും, ഈ ന്യൂക്ലിയസ് വലുതായിട്ട് ഒരു ഗ്രെയിൻ ആയി മാറും. അങ്ങനെ ഒരുപാട് ഗ്രെയിൻസ് ആ വോളിയത്തിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മളെ ഈ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഉണ്ടാവുന്നത്. അപ്പൊ അതിൽ വരുന്നൊരു ടേമാണ് അണ്ടർ കൂളിംഗ്. എന്താണ് അണ്ടർ കൂളിംഗ്? സൂപ്പർ കൂളിംഗ് ഓർ അണ്ടർ കൂളിംഗ്, അത് രണ്ടും സൂപ്പർ കൂളിംഗ് അല്ലെങ്കിൽ അണ്ടർ കൂളിംഗ് പറയും. ഈസ് ദ പ്രോസസ് ഓഫ് ലോവറിംഗ് ദ ടെമ്പറേച്ചർ ഓഫ് എ ലിക്വിഡ് ഓർ എ ഗ്യാസ് ബിലോ ഇറ്റ്സ് ഫ്രീസിംഗ് പോയിന്റ് വിത്തൗട്ട് ഇറ്റ് ബിക്കമിങ് എ സോളിഡ്. നമുക്കറിയാം ഫ്രീസിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ, നമ്മൾ കൂൾ ചെയ്ത് അതിന്റെ ഫ്രീസിംഗ് പോയിന്റിൽ എത്തുമ്പോഴാണ് അത് സോളിഡ് രൂപത്തിലേക്ക് എത്തുന്നത്. അണ്ടർ കൂളിംഗ് ഓർ സൂപ്പർ കൂളിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടെക്നിക്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അതിന്റെ ടെമ്പറേച്ചർ കുറക്കും, ഫ്രീസിംഗ് പോയിന്റിൽ താഴേക്ക് കുറക്കും. പക്ഷെ ആ ഒരു മെറ്റീരിയൽ അപ്പോഴും എന്ത് ഫോമിലായിരിക്കും, അതിന്റെ ലിക്വിഡ് പോയിന്റിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യും. സോ അതിനെ നമ്മൾ അണ്ടർ കൂളിംഗ് അല്ലെങ്കിൽ സൂപ്പർ കൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂക്ലിയേഷനിൽ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് ഈ അണ്ടർ കൂളിംഗ്. ബിക്കോസ് ദിസ് അണ്ടർ കൂളിംഗ് ഓർ സൂപ്പർ കൂളിംഗ് ഈസ് നെസസറി ടു ഫോം എ സ്റ്റേബിൾ സോളിഡ് റീജിയൻ. സോ അത് ഗ്രാഫിക്കലായിട്ട് ഇതുപോലെയാണ് അണ്ടർ കൂളിംഗ് ഉള്ളത്. അതിന്റെ ഫ്രീസിംഗ് പോയിന്റിനെക്കാളും കുറച്ചും കൂടി ടെമ്പറേച്ചർ കുറവായിരിക്കും അണ്ടർ കൂളിംഗിന്. ബട്ട് ദ മെറ്റീരിയൽ സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ ഇറ്റ് വിൽ നോട്ട് ഫോം ഇറ്റ്സ് സോളിഡ് ഫോം. സോ നെക്സ്റ്റ് വൺ ഇസ് എ ന്യൂക്ലിയേഷൻ. അപ്പോൾ ആദ്യം എംബ്രിയോസ് ഉണ്ടായി, ആഫ്റ്റർ ദാറ്റ് എന്താണ് ഈ ന്യൂക്ലിയസ് ബിഗാൻ ടു ഫോം, അല്ലെ? അപ്പോൾ എന്താണ് ഈ ന്യൂക്ലിയേഷൻ എന്ന് പറഞ്ഞാൽ? ദർ ആർ ടു ടൈപ്സ് ഓഫ് ന്യൂക്ലിയേഷൻ, ഹോമോജനസ് ന്യൂക്ലിയേഷൻ ആൻഡ് ഹെട്രോജനസ് ന്യൂക്ലിയേഷൻ. ഓക്കെ, എന്താ സംഭവിക്കുന്നത്? ഈ ന്യൂക്ലിയേഷൻ ഉണ്ടാകുന്ന ഈ അണ്ടർ കൂളിംഗ് ഫെനോമിന ഉണ്ടാകുന്ന ഈ എംബ്രിയോസ് ഗ്രൂപ്പ് അപ്പ് ചെയ്യും. അതിനെ ഫർദർ അതൊരു ന്യൂക്ലിയസ് ആയിട്ട് ഒരു സ്റ്റേബിൾ, എംബ്രിയോസിന് സ്റ്റെബിലിറ്റി കുറവായിരിക്കും, അത് വീണ്ടും ബ്രേക്ക് ചെയ്ത് പുതിയ എംബ്രിയോസ് ഉണ്ടാകും. പക്ഷെ അതൊരു സ്റ്റെബിലിറ്റിയിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ അതൊരു ന്യൂക്ലിയസ് ആയിട്ട് രൂപപ്പെടും. ഓക്കെ, this kind of nucleation can occur uniformly throughout the liquid volume. The nucleus grows further by adding more and more atoms to each, which lead to a small solid region. അങ്ങനെ ഈ ന്യൂക്ലിയസ് പിന്നെയും വലുതായി വേണ്ടി തുടങ്ങും. അങ്ങനെ അതൊരു സോളിഡ് ആയിട്ട് മാറാൻ വേണ്ടി തുടങ്ങും. സച്ച് സ്റ്റേബിൾ സോളിഡ് റീജിയൻസ് വിത്തിൻ ദ ലിക്വിഡ് ആർ നോൺ ആസ് ന്യൂക്ലിയൈ. അപ്പോൾ ഈ എംബ്രിയോസ് വലുതായിട്ട് ഒരു സ്റ്റേബിൾ റീജിയൻ ആയാൽ അതിനെ നമ്മൾ എന്ത് പറയും? ആ സ്റ്റേബിൾ ആയിട്ടുള്ള ആ സോളിഡിനെ നമ്മൾ പറയുന്നതാണ് ന്യൂക്ലിയസ് അല്ലെങ്കിൽ ന്യൂക്ലിയൈ എന്ന് പറയുന്നത്. സിംഗിൾ ആകുമ്പോൾ അതിനെ ന്യൂക്ലിയൈ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ഒരു ന്യൂക്ലിയൈ ഫോർമേഷന് വേണ്ടിയിട്ട് അവിടെ എന്ത് ഫെനോമിന നടക്കുന്നുണ്ട്? അവിടെ ഒരു അണ്ടർ കൂളിംഗ് വേണം, അല്ലെങ്കിൽ സൂപ്പർ കൂളിംഗ് ഫെനോമിന അവിടെ നടക്കണം. ഓക്കെ, and after the formation of nuclei, these atoms may attach themselves to already existing nuclei or form new nuclei of their own. Thus the process of solidification continues apparently at the constant temperature till the entire liquid is transformed into solid. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലത്തെ ന്യൂക്ലിയർ ഫോർമേഷൻ ഉണ്ടാവും. അതിന്റെ കൂടെ കുറെ ആറ്റംസ് വന്ന് ചേരും. അങ്ങനെ കംപ്ലീറ്റ് ലിക്വിഡും സോളിഡ് ആയിട്ട് മാറും. അതൊരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിലേക്ക് മാറും. ഓക്കെ, അപ്പോൾ ഹോമോജീനിയസ് ന്യൂക്ലിയേഷൻ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ സാധ്യമാക്കുന്നത് എന്താണ്? ഈ അണ്ടർ കൂളിംഗ് ഫെനോമിനയാണ്, അല്ലെങ്കിൽ എംബ്രിയോ ഫോർമേഷന് ശേഷം നടക്കുന്ന യൂഷ്വൽ അതിന്റെ ഫോർമേഷൻ ആണ് ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹെട്രോജീനിയസ് ന്യൂക്ലിയേഷൻ എന്ന് പറഞ്ഞാൽ ഹെട്രോജിനസ് ആണ്. ഹെട്രോജീനിയസ് ന്യൂക്ലിയേഷൻ കേസിൽ അവിടെ എന്തെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ന്യൂക്ലിയേഷൻ ഈസ് ഓൾസോ ഫെസിലിറ്റേറ്റഡ് ബൈ ദ പ്രസൻസ് ഓഫ് സം ഇംപ്യൂരിറ്റി ആറ്റംസ് ലൈക്ക് സം ഗ്രെയിൻ റിഫൈനേഴ്സ് ഓർ എൻ ഇംപെർഫെക്ഷൻ ഓർ എ ഗ്രെയിൻ ബൗണ്ടറി. ഇതുപോലെയുള്ള എന്തെങ്കിലും ഇംപെർഫെക്ഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഗ്രെയിൻ ബൗണ്ടറീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇംപ്യൂരിറ്റി ഫോറിൻ ആറ്റംസ് ഉണ്ടെങ്കിൽ, അതും ഈ മെറ്റീരിയലിനെ സോൾഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യും. ഓക്കെ, സോ സച്ച് ന്യൂക്ലിയേഷൻ, അപ്പൊ അന്നേരം ഉണ്ടാകുന്ന ഫോം ചെയ്യുന്ന സോളിഡ് അല്ലെങ്കിൽ ആ ന്യൂക്ലി, സച്ച് ന്യൂക്ലിയേഷൻസ് ദേ ആർ നോൺ ആസ് ഹെട്രോജീനിയസ് ന്യൂക്ലിയേഷൻസ്. ദിസ് ടൈപ്പ് ഓഫ് റിഫറൻഷ്യൽ ന്യൂക്ലിയേഷൻ such is called heterogeneous nucleations. A much lower level of undercooling is sufficient for this type of nucleation to occur. Even the wall of the container promotes heterogeneous nucleations. കാരണം അതൊരു സർഫസ് ബൗണ്ടറി ആണ്.
ഗ്രെയിൻ ബൗണ്ടറി ആണ്. അപ്പോൾ ഇവൻ ദ വാൾ ഓഫ് ദ കണ്ടെയ്നർ ക്യാൻ പ്രൊമോട്ട് ഹെട്രോജീനിയസ് ന്യൂക്ലിയേഷൻസ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ആദ്യം ലിക്വിഡ് രൂപത്തിലായിരിക്കും, അവിടുന്ന് ആറ്റംസ് വിൽ ഗ്രൂപ്പ് അപ്പ് അല്ലെ, then embryos will form. Embryos are not stable, so they will break up and new embryos will form in the entire volume of that particular material like metal. After that they will begin to start the formation into a stable nuclei. Okay, so ആ ന്യൂക്ലിയ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്ത് വേണം? അണ്ടർ കൂളിംഗ് ഓർ സൂപ്പർ കൂളിംഗ് വേണം. സോ ദാറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയേഷൻ അല്ല, ഇതുപോലത്തെ ന്യൂക്ലിയർ ഫോർമേഷൻ ന്യൂക്ലിയേഷൻ എന്ന് പറയുന്നത്. സോ ദ ന്യൂക്ലിയേഷൻ ക്യാൻ ബി എയ്തർ ഹോമോജീനിയസ് ഓർ ഹെട്രോജീനിയസ്. ഹോമോജീനിയസ് മീൻസ് യൂഷ്വൽ അണ്ടർ കൂളിംഗ് കൊണ്ട് ഉണ്ടാവുന്ന ന്യൂക്ലിയേഷൻ ഹോമോജീനിയസ് ആയിട്ട് ഉള്ള ന്യൂക്ലിയേഷൻ എന്ന് പറയും. Otherwise, if in the presence of other foreign materials or imperfection of grain boundary can also facilitate the formation of nucleation. Such nucleation is called heterogeneous nucleation. സോ ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് ന്യൂക്ലിയൈ എന്താ സംഭവിക്കുക? അങ്ങനെ ഇത് ഒരു കണ്ടെയ്നറിലില്ലേ ലിക്വിഡ് ആയിട്ടുണ്ടായ പ്യുവർ മെറ്റൽ അതിനെ നമ്മൾ കൂൾ ചെയ്ത് വരികയാണ്. കൂൾ ചെയ്ത് വരുമ്പോഴാണ് ഇതുപോലുള്ള കുറെ എംബ്രിയോസ് ഉണ്ടായി, ന്യൂക്ലിയ ഉണ്ടായി. അതിനുശേഷം ഇങ്ങനത്തെ ന്യൂക്ലിയസ് വളരാൻ വേണ്ടി തുടങ്ങും. എങ്ങനെയാണ് ന്യൂക്ലിയസ് വളരുന്നത്? അതിന്റെ കൂടെ കൂടുതൽ ആറ്റംസ് വന്ന് ചേർന്നിട്ട് അത് വലിയ ഒരു സോളിഡ് രൂപമായിട്ട് മാറാൻ വേണ്ടി തുടങ്ങും. ഇപ്പൊ ഇനീഷ്യലി ഉണ്ടാകുന്നതാണ് സെന്റർ ആയിട്ട് ഒരു സോളിഡ് റീജിയൻ ഉണ്ടാവും ന്യൂക്ലിയസ്, അതിന് ചുറ്റിലും ലിക്വിഡ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ പുറമേലെ ലിക്വിഡ് ഫർദർ കൂൾ ചെയ്യുന്ന സമയത്ത് എന്താവും? അത് വീണ്ടും സോളിഡായി മാറും. ഓക്കെ, എന്ന് വെച്ചാൽ ഫർദർ ആറ്റംസ് അതിന്റെ മുകളിൽ വന്ന് അറ്റാച്ച് ചെയ്ത്, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഫാഷനിൽ എങ്ങനെയാണ് ആറ്റംസ് അതിൽ ഏതൊരു ക്രിസ്റ്റൽ സ്ട്രക്ചർ ആയിട്ടാണ് ഉള്ളത് ആ രീതിയിൽ അത് ജോയിൻ ചെയ്ത് വലുതാവാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, അപ്പൊ ഒരു ന്യൂക്ലിയൈ എന്ത് സംഭവിക്കും? അത് ഫൈനലായിട്ട് ഒരു ഗ്രെയിൻ ആയിട്ടാണ് മാറുക. അതുപോലെ ഒരുപാട് ന്യൂക്ലിയസ് ഉണ്ടാവും. ഈ ന്യൂക്ലിയസ് എല്ലാം വലുതായിട്ട് ഓരോ ഗ്രെയിൻസ് ആയിട്ട് മാറും. അങ്ങനെ നമുക്ക് ഫൈനലായിട്ട് ഒരു പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയൽ കിട്ടും. അപ്പൊ ഈ ന്യൂക്ലിയസ് ഫർദർ ഗ്രോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഉണ്ടാകുന്ന അതിനെയാണ് നമ്മൾ ഡെൻഡ്രിറ്റിക് ഗ്രോത്ത് പറയുന്നത്. ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് സോളിഡിഫിക്കേഷൻ ഈച്ച് ന്യൂക്ലിയസ് ഗ്രോസ് ബൈ അട്രാക്ടിങ് ആറ്റംസ് ഫ്രം ദ ലിക്വിഡ് ഇൻ ടു ദ സ്പേസ് ലാറ്റിസ്. Crystal growth continues in 3 dimensions and the atoms attaching themselves in certain preferred directions, usually along the axis of the crystal. This gives rise to the characteristic tree-like structure which is called a dendrite. അപ്പൊ ഡെൻഡ്രൈറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡെൻഡ്രൈറ്റ് ന്യൂക്ലിയേഷനൊക്കെ നിങ്ങൾ മുന്നേ പഠിച്ചപ്പോൾ ഡെൻഡ്രൈറ്റിക് ഗ്രോത്തിന്റെ ഫിഗർ നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം അല്ലെ. അപ്പൊ ഇതുപോലത്തെ ഡെൻഡ്രൈറ്റിക് ഗ്രോത്ത് വഴിയാണ് ഇതിന്റെ വോളിയം കൂടുന്നത് അല്ലെങ്കിൽ ഇത് വലുതാവുന്നത്. ഓക്കെ, since each nucleus is formed by chance, the crystal axes are pointed at random and dendrites growing from them will grow in different directions in each crystal. This is a sort of crystal skeleton. അപ്പൊ ഇതുപോലത്തെ ഒരു ക്രിസ്റ്റൽ സ്കെലിട്ടൺ അവിടെ ഫോം ചെയ്തു. ഇതുപോലത്തെ ഒരു ക്രിസ്റ്റൽ സ്കെലിട്ടൺ ആദ്യം ഫോം ചെയ്യും. അത് പിന്നെയും വലുതായിട്ട് എന്ത് നമ്മളെ ഫൈനൽ ഗ്രെയിൻസിലേക്ക് മാറും. So this is a sort of crystal skeleton from which arms begin to grow in all directions depending upon the lattice pattern. From the primary arms, secondary, tertiary, etc. arms begin to sprout, somewhat similar to branches of a tree, leading to the formation of a rather elongated skeleton. ഈ രീതിയിൽ ഈ ഫോം ചെയ്ത ഡെൻഡ്രിറ്റിക് ക്രിസ്റ്റൽ ഇപ്പോൾ കാണുന്ന ഫിഗറിൽ കാണുന്ന നിങ്ങൾക്ക് അതിന്റെ ഒരു ഡെൻഡ്രൈറ്റിക് സ്ട്രക്ചർ ആണ് കാണിക്കുന്നത്. അപ്പൊ അതിൽ എന്ത് സംഭവിക്കും? പുതിയ ബ്രാഞ്ചസ് സ്പ്രൗട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ആദ്യം പ്രൈമറി ബ്രാഞ്ചസ് ഉണ്ടാവും, അതിൽ സെക്കൻഡറി ബ്രാഞ്ചസ് ഉണ്ടാവും, ടെർഷ്യറി ബ്രാഞ്ചസ് ഉണ്ടാവും. അങ്ങനെ ഈ ബ്രാഞ്ചസ് ഗ്രോ ചെയ്യാൻ വേണ്ടി തുടങ്ങും. നമുക്കറിയാം ഒരു വാട്ടർ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് കൂൾ ചെയ്യുമ്പോൾ നമുക്കറിയാം അത് ഐസ് ആകുന്നതിന് തൊട്ട് മുമ്പ് എങ്ങനെയാണ് അതിന്റെ ക്രിസ്റ്റൽ ഫോർമേഷൻ നടക്കുന്നത് നമുക്കറിയാം അല്ലെ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ ഫ്രീസറിൽ ഐസ് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 5 ഡിഗ്രി സെൽഷ്യസ് മീൻസ് കുറച്ച് സമയം അത് കംപ്ലീറ്റ് ഐസ് ആകുന്നതിന് മുമ്പ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അറിയാം അതിൽ കുറെ ക്രിസ്റ്റൽ സ്ട്രക്ചർ പോലെ ഉണ്ടല്ലേ. ഇൻ ബിറ്റ്വീൻ ആയിട്ടെല്ലാം വാട്ടർ ഉണ്ടാവും, പക്ഷെ ഐസ് കൊണ്ട് നമുക്ക് ചിലപ്പോൾ അത് കൈ കൊണ്ട് തന്നെ പൊളിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ ഒരു ഡെൻഡ്രൈറ്റിക് ഗ്രോത്ത് പോലെയാണ് അവിടെ ആ ക്രിസ്റ്റൽ സ്ട്രക്ചർ വരുന്നത്, ട്രീ ബ്രാഞ്ചസ് പോലെ. ഓക്കെ, the dendritic arms continues to grow and thicken at the same time until ultimately the space between them will become filled with solid. അങ്ങനെ ഈ ഡെൻഡ്രൈറ്റിക് ഗ്രോത്ത് ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ ഉണ്ടായി, അതിനുശേഷം അതിന്റെ ഇടയിലുള്ള സ്പേസും സോളിഡ് ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെ ഓരോ ഡെൻഡ്രൈറ്റ് വലുതായിട്ടും തൊട്ടപ്പുറത്തുള്ള ന്യൂക്ലിയസ് വരുന്ന ഡെൻഡ്രൈറ്റുമായിട്ട് കോൺടാക്ട് ചെയ്യും. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അതൊരു സോളിഡ് ആയിട്ട് മാറും. ഓക്കെ, സോ അതിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇനീഷ്യലി ലിക്വിഡ് മെറ്റൽ ഈസ് ദർ. So embryo formation, after that nucleus, stable solid nucleus is formed. After that the nucleus began to grow. It will grow in the form of a nucleus will begin to grow. Then the branches will
come out of that. Dendritic growth will happen there. So dendrites will grow, and after that they will join each other. Different dendrites, different regions grow ചെയ്യുന്നുണ്ട്. They will join each other, and the final, after solidifying, we will get the final grains. So these different grains will be separated by grain boundaries. Okay. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്ന ഫൈനൽ ഈ ഡി എന്നുള്ള ഇമേജിൽ കാണിക്കുന്ന ക്രിസ്റ്റലാണ് എന്താണ്? ഇറ്റ് ഈസ് എ പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയൽ. നേരെ മറിച്ചിട്ട് ഈ പറയുന്ന ലിക്വിഡ് മെറ്റൽ ഒരു സിംഗിൾ ന്യൂക്ലിയർ തന്നെ വലുതായിട്ട് കംപ്ലീറ്റ് കണ്ടെയ്നറും ഒറ്റ ഗ്രെയിൻ ആയിട്ട് മാറാം. Then we will call it as a single crystal. So there is no, അതിന് ഒറ്റ ബൗണ്ടറി ഉണ്ടാവും, അതിന്റെ സർഫസ് ബൗണ്ടറി മാത്രമേ ഉണ്ടാവും. Then we will call it as a single crystal. So usually materials, all metallic materials, they will exist in polycrystalline form. സിംഗിൾ ക്രിസ്റ്റലിൽ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യണം. നമുക്ക് സിംഗിൾ ക്രിസ്റ്റലായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് സിംഗിൾ ക്രിസ്റ്റലായിട്ട് നമുക്ക് മെറ്റീരിയൽസ് നമുക്ക് കിട്ടും. പക്ഷെ നമ്മളത് സ്പെഷ്യലി, ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് സ്പെഷ്യലി. സ്പെഷ്യൽ പ്രോസസ്സ് കൊണ്ട് നമ്മൾ അതിനെ മാനുഫാക്ചർ ചെയ്യേണ്ടി വരും. അതർവൈസ് ദേ വിൽ എക്സിസ്റ്റ് ഇൻ പോളിക്രിസ്റ്റലൈൻ ഫോം ഓൺലി. സോ അതിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് തന്നെയാണ് ഇവിടെ ഫിഗറിൽ കാണിക്കുന്നത്. ന്യൂക്ലിയേഷൻ, ക്രിസ്റ്റൽ ഗ്രോത്ത്, ഗ്രെയിൻ ഫോർമേഷൻ. അപ്പോൾ ഗ്രെയിൻ ഫോർമേഷൻ നോക്കിയാൽ ഡിഫറെന്റ് ഗ്രെയിൻസിന്റെ അകത്തും അറ്റോമിക് അറേഞ്ച്മെന്റ്, അതിന്റെ ഫാഷൻ ഡിഫറെന്റ് ഫാഷൻ ആണല്ലേ. ഓരോന്നും ഓരോരോ രീതിയിൽ ഓറിയന്റഡ് ആയിട്ടാണുള്ളത്. അത് വലുതായി ഒരു സ്ഥലത്ത് അത് കൂടിച്ചേരും. ആ കൂടിച്ചേരുന്ന സ്ഥലം എന്തായി മാറും? അതൊരു ബൗണ്ടറി ആയിട്ട് മാറും, അല്ലെ, ഗ്രെയിൻ ബൗണ്ടറി ആയിട്ട് മാറും. സോ സെയിം ആണ് ഇവിടെയും കാണിക്കുന്നത്. ദർ വിൽ ബി 2 ന്യൂക്ലിയസ് ഇനീഷ്യലി, ദേ വിൽ ബിഗിൻ. അപ്പോൾ അവിടെ നോക്കിയാൽ ഓരോ യൂണിറ്റ് സെല്ലായിട്ടാണ് മാറുന്നത്, അല്ലെ. ഫസ്റ്റ് ന്യൂക്ലിയർ നോക്കിയാൽ ആറ്റംസ് എങ്ങനെ അറേഞ്ച് ചെയ്യുന്ന ഒരു ക്യൂബിക് സെല്ലായിട്ടല്ലേ. ഒരു ക്യൂബിക് ക്രിസ്റ്റലിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അതുപോലത്തെ കുറെ ക്യൂബ്സ് ഫോം ചെയ്യാൻ തുടങ്ങും അതിന്റെ എല്ലാ വശത്തും 3 ഡയമെൻഷനിൽ. അതുപോലെ ഇവിടെ ഫോം ചെയ്ത ന്യൂക്ലിയസും ഗ്രോ ചെയ്ത് ഇതുപോലെ യൂണിറ്റ് സെല്ലുകൾ ആഡപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഫൈനലി അത് ആ ക്രിസ്റ്റൽ 2 ഗ്രെയിൻസും വലുതായി, അല്ലെങ്കിൽ 2 ന്യൂക്ലിയസും വലുതായി 2 ഗ്രെയിൻ ആയി മാറും. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് ഗ്രെയിൻ ആൻഡ് ഗ്രെയിൻ ബൗണ്ടറീസ്. അപ്പൊ ഇതെല്ലാം ഡിഫറെന്റ് ടെർമിനോളജീസ് ആയിട്ട് നിങ്ങളോട് ചോദിക്കാം. എന്താണ് ഗ്രെയിൻ, എന്താണ് ഗ്രെയിൻ ബൗണ്ടറി, എന്താണ് ന്യൂക്ലിയേഷൻ. ഓക്കെ. The independent formation of each crystal lead to the irregular shape of the crystal. These crystals are commonly called grains. നമ്മൾ ക്രിസ്റ്റൽസ് എന്ന് പറയുന്ന അതേ സാധനം തന്നെയാണ് ഗ്രെയിൻസ്. ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നതിൽ ഡിഫറെന്റ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ഡിഫറെന്റ് ഗ്രെയിൻസ് ആണ്. അപ്പോൾ എല്ലാ മെറ്റീരിയൽസിലും, അല്ല എല്ലാ മെറ്റാലിക് മെറ്റീരിയൽസിലും അത് മൾട്ടി ഗ്രെയിൻസ് ആയിരിക്കും. ഒരുപാട് ഗ്രെയിൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ മൾട്ടി ക്രിസ്റ്റൽ, ഒരുപാട് ക്രിസ്റ്റൽസ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അതിനൊക്കെ പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയൽ എന്ന് പറയുന്നത്. എ ഗ്രെയിൻ ഈസ് എ പോർഷൻ ഓഫ് ദ മെറ്റീരിയൽ within which the atomic arrangement is nearly identical. ഓക്കെ. അപ്പൊ നിങ്ങൾ നോക്കി ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ സെക്കൻഡ് ഫിഗറിൽ ഇതിലിപ്പോ 2 ഗ്രെയിൻ ആയിരിക്കും ഇത് ഫൈനലായിട്ട് ഉണ്ടാവില്ല. കാരണം 2 ന്യൂക്ലിയസ് വലുതായിട്ട് എന്താവും, ഫൈനലായിട്ട് 2 ഗ്രെയിൻ ആയിട്ട് മാറും. സോ ഇൻ ബിറ്റ്വീൻ അതിന്റെ ബൗണ്ടറി എന്തായിട്ട് മാറും? ഒരു ബൗണ്ടറി വരും, അല്ലെ. ഇത് വലുതാകുമ്പോൾ അതിനൊരു ബൗണ്ടറി വരും, അതിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതിന് നമ്മൾ എന്ത് പറയും? അത് ഗ്രെയിൻ ബൗണ്ടറി ആണ്. അപ്പൊ ആ ഗ്രെയിൻ ബൗണ്ടറിന്റെ റൈറ്റ് സൈഡിലേക്ക് അറ്റോമിക് അറേഞ്ച്മെന്റ് ഡിഫറെന്റ് ഫാഷൻ ആയിരിക്കും. ഗ്രെയിൻ ബൗണ്ടറിന്റെ ലെഫ്റ്റ് സൈഡ് ഇറ്റ് വിൽ ബി ഇൻ ഡിഫറെന്റ് ഫാഷൻ. That means ലെഫ്റ്റ് സൈഡിലുള്ളത് ഒരു ഗ്രെയിനും റൈറ്റ് സൈഡിൽ ഒരു ഗ്രെയിനും ആയിരിക്കും. സോ എ ഗ്രെയിൻ ഈസ് എ പോർഷൻ ഓഫ് എ മെറ്റീരിയൽ വിത്തിൻ വിച്ച് ദ അറ്റോമിക് അറേഞ്ച്മെന്റ് ഈസ് നിയർലി ഐഡന്റിക്കൽ. ബട്ട് ദ ഓറിയന്റേഷൻ ഓഫ് ദ അറ്റോമിക് അറേഞ്ച്മെന്റ് മേ ബി ഡിഫറെന്റ് ഫോർ അഡ്ജോയിനിങ് ഗ്രെയിൻസ്. ഒരു ഗ്രെയിനും തൊട്ടപ്പുറത്തെ ഗ്രെയിനും ഒരുപക്ഷെ ഒരുപോലെ ആവും, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിരിക്കും മിക്കവാറും. ദ ഏരിയ അലോങ് വിച്ച് ദ ഗ്രെയിൻ മീറ്റ് ഈസ് നോൺ ആസ് ഗ്രെയിൻ ബൗണ്ടറി. ദാറ്റ് ഈസ് ഗ്രെയിൻ ഓൺ വൺ സൈഡ് ഓഫ് ബൗണ്ടറി ഈസ് റൊട്ടേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രെയിൻ ഓൺ ദ അതർ സൈഡ്. അപ്പോൾ അതിന്റെ അലൈൻമെന്റിൽ ഓറിയന്റേഷനിൽ വ്യത്യാസം ഉണ്ടാവും. ഒരു ഗ്രെയിനും മറ്റേ ഗ്രെയിനും തമ്മിൽ ചെറിയ ആംഗുലർ ഡിഫറൻസ് ഉണ്ടാവും. സോ ഇവിടെയാണ് ഇപ്പോൾ കാണിക്കുന്ന ഗ്രെയിൻ ബൗണ്ടറി. See, there are 2 grains here, അല്ലെ, grain 1 and grain 2. They are separated by a grain boundary. അപ്പൊ നിങ്ങൾ അത് നോക്കി അതിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഉള്ളിൽ കാണിക്കുന്നുണ്ടല്ലോ, എങ്ങനെയാണ് ക്രിസ്റ്റൽ അറേഞ്ച് ചെയ്തത്. അപ്പൊ അതിന്റെ ആ പോയിന്റ്, ഓരോ പോയിന്റിൽ എന്തുണ്ടാവും? ഓരോ നോഡ്, അല്ലെ, നോഡ്സിൽ അതിന്റെ ആറ്റംസ് ഉണ്ടാവും, അല്ലെ. See, these 2 grains, the atomic arrangement is in different forms. സോ ഫൈനലി നമ്മളൊരു പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയൽ ഫിഗറാണ് ഇവിടെ കാണിക്കുന്നത്. അതിൽ ഒരുപാട് ഗ്രെയിൻസ് ഉണ്ട്. ഈച്ച് ഗ്രെയിൻ ഈസ് സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ ബൈ എ ഗ്രെയിൻ ബൗണ്ടറി. Then single and polycrystals നമ്മൾ ഇപ്പോൾ നോക്കിയത് തന്നെയാണ്. The number of grain formed during solidification depends on the number of nuclei formed. If all nucleation sites except one are suppressed, the liquid solidifies into a single grains. അപ്പോൾ നമുക്കറിയാം ഒരു മെറ്റീരിയലിന്റെ വോളിയത്തിൽ ഇതുപോലെ ഒരുപാട് ന്യൂക്ലിയർ ഫോർമേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു ന്യൂക്ലിയർ ഫോർമേഷനെ മാത്രം അനുവദിച്ചിട്ട് ബാക്കിയൊക്കെ നമ്മൾ സപ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് എ സിംഗിൾ ഗ്രെയിൻ. അപ്പോൾ അതിനെ സ്പെഷ്യലി അതിനെ ട്രീറ്റ് ചെയ്യണം. Single crystals show excellent high temperature properties because of the absence of grain boundaries. Single crystals പറയുമ്പോൾ അതിൽ സർഫസ് ബൗണ്ടറി ഉണ്ടാവും, ഗ്രെയിൻ ബൗണ്ടറീസ് ഉണ്ടാവില്ല. So they will show high temperature properties, very excellent high temperature properties.
When the liquid is normally cooled under equilibrium condition, there would be abundant nucleation sites and the liquid solidifies into a large number of small grains. നമ്മൾ സാധാരണ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു ലിക്വിഡ് നമ്മൾ കൂൾ ചെയ്താൽ ഒരു ഒരു മോൾട്ടൺ ലിക്വിഡ് നമ്മൾ സോളിഡിഫൈ ചെയ്യും, കൂൾ ചെയ്താൽ അല്ലെങ്കിൽ സോളിഡിഫൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഒരുപാട് ന്യൂക്ലിയസ് ഫോർമേഷൻ നടക്കും. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇത് ചെയ്താൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന എന്തായിരിക്കും, പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് മാത്രമായിരിക്കും. So although these grains look alike, the crystallographic orientations are different and the orientation changes randomly from one grain to another. Such solids are called polycrystalline solids. Okay, so there are single crystal and polycrystal. Single crystal നോക്കിയ ഒരു atomic arrangement നോക്കിയ സെയിം പാറ്റേണിലായിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയൽ, ഇപ്പോൾ ഈ കാണുന്ന ഫിഗർ, സെക്കൻഡ് ഫിഗറിൽ എത്ര ക്രിസ്റ്റൽസ് ഉണ്ട്, 3 ക്രിസ്റ്റൽസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ 3 ഗ്രെയിൻസ് ഉണ്ട്. ഈച്ച് ഗ്രെയിൻ ഓർ ഈച്ച് ക്രിസ്റ്റൽ, ദി atomic arrangement is different, or the fashion of the arrangement of atom is different from one another. So each grain is separated from each other by a boundary. It is called as grain boundary. Then grain size. The size of a crystal depends on the rate at which a molten metal is cooled when it reaches the freezing point. So different grain size നമുക്ക് കിട്ടും അല്ലേ. നമ്മളിപ്പോൾ ടെമ്പറേച്ചർ കുറച്ചുകൊണ്ട് പോകുമ്പോഴാണ് ഈ ഗ്രെയിൻ ഫോർമേഷൻ ഉണ്ടാവുന്നത് അല്ലേ. സോ നമ്മളിപ്പോൾ if there is a slow fall in temperature, നമ്മൾ പതുക്കെയാണ് ടെമ്പറേച്ചർ കുറയ്ക്കുന്നെങ്കിൽ you will get a large sized grain. But if you are a sudden cooling or a rapid cooling results in the formation of large number of nuclei അല്ലെ. ലാർജ് നമ്പർ ഓഫ് ന്യൂക്ലിയ ഉണ്ടെങ്കിലോ എല്ലാ ന്യൂക്ലിയും ഗ്രോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എല്ലാ ന്യൂക്ലിയസിനും കുറച്ച് മാത്രമേ വളരാൻ വേണ്ടി പറ്റും. സോ we will get small sized grains. Okay, so ഈ ഗ്രെയിൻ സൈസിന് ഡിഫറെന്റ് it has got different effect on mechanical or material properties. Okay, അപ്പോൾ ഈ നമ്പർ ഓഫ് ഗ്രെയിൻസ് നമുക്കറിയാം, നമ്പർ ഓഫ് ഗ്രെയിൻസിന് ഈ മെറ്റീരിയൽ പ്രോപ്പർട്ടിയിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്രെയിൻ സൈസിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട് അല്ലെ. അപ്പോൾ നമുക്ക് ഗ്രെയിൻ സൈസ് മാറ്റണമെങ്കിൽ എങ്ങനെ നമുക്ക് മാറ്റാം, നമുക്ക് ഈ ടെമ്പറേച്ചർ കൺട്രോളിലൂടെ, ന്യൂക്ലിയേഷൻ ഫോർമേഷൻ ചേഞ്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്പർ ഓഫ് ഗ്രെയിൻസ് മാറ്റാം. So thereby we can also make changes in the property of the material. Then grain shape എന്ന് പറയുന്നത്, സോ ഡിഫറെന്റ് ഗ്രെയിൻ ഷേപ്സ് ഉണ്ട്. യൂഷ്വലി നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഗ്രെയിൻ ഒരു സ്ഫെറിക്കൽ ഷേപ്പ് ഉണ്ടായിട്ട് ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഗ്രെയിൻസിന് സർക്കുലർ സ്ഫെറിക്കൽ ഷേപ്പ് ഉണ്ട്, റെഗുലർ ആയിട്ടുള്ള ഷേപ്പിലായിരിക്കും ഗ്രെയിൻസ് ഉണ്ടാവുക. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫൈൻ ഗ്രെയിൻസ് പറയുന്നതിന് ഓൾമോസ്റ്റ് സ്ഫെറിക്കൽ ഷേപ്സ് ആയിരിക്കും. പക്ഷെ കോസ് ഗ്രെയിൻസ് പറയുന്നതിന് സ്ഫെറിക്കൽ ആസിഡ് ഗ്രെയിൻസ് പറയും, അതിനും സ്ഫെറിക്കൽ ഷേപ്പാണ്. പക്ഷെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇന്റർമീഡിയറ്റ് ആയിട്ട് കാണുന്ന ഗ്രെയിൻസിനൊക്കെ എന്തായിരിക്കും, കോളംനാർ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ പോറിങ് എ മോൾട്ടൺ മെറ്റൽ ഇൻ ടു എ മോൾഡ്, ഒരു മോൾഡിലേക്ക് നമ്മളൊരു ഒരു മോൾട്ടൺ മെറ്റൽ ഒഴിക്കുകയാണെങ്കിൽ ആ മോൾഡുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ഭാഗം പെട്ടെന്ന് തന്നെ കൂൾ ചെയ്യും അല്ലെ. ഔട്ടർ ലെയർ പെട്ടെന്ന്, ഇപ്പോൾ ഒരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ച ഒരു മോൾട്ടൺ മെറ്റലാണ് നിങ്ങളെ കാണിക്കുന്നത്, ഔട്ടർ ലെയർ പെട്ടെന്ന് തന്നെ കൂൾ ചെയ്യും. സോ ഇൻ ദ ഔട്ടർ ലെയേഴ്സ് ഫൈൻ ഗ്രെയിൻസ് വിൽ ബി ഫോംഡ്. ബട്ട് ഇൻ ദ ഇന്നർ ലെയറിലേക്ക് ഈ കൂളിംഗ് എഫക്റ്റ് എത്തണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അല്ലെ. സോ ഇൻ ദ ഇന്നർ ലെയർ ഇക്യു ആസിഡ് ഗ്രെയിൻസ് വിൽ ബി ഫോംഡ്. ഓക്കെ, സ്ഫെറിക്കൽ ടൈപ്പ് ഗ്രെയിൻസ് വിൽ ബി ഫോംഡ്. ബട്ട് ഇന്റർമീഡിയറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് കോളംനാർ ടൈപ്സ് ഓഫ് ഗ്രെയിൻസ് ആയിരിക്കും. ഓക്കെ, so in the outer region we will get fine grains. So first zone is near to the mold walls where we will get fine grains. So fine grains are observed there. It is followed by another zone of grains, they are called long columnar grains, and the third zone towards the center of the mold will be having a big sized, that is coarse equiacid grains. So അങ്ങനെ ഗ്രെയിൻസിന് കാര്യമായ എഫക്റ്റ് ഉണ്ട് മെറ്റീരിയൽ പ്രോപ്പർട്ടീസിൽ. ഗ്രെയിൻ സൈസ് ഷേപ്പ് എന്ന് പറയുന്നത് 3 ടൈപ്സ് ഷേപ്സിലുണ്ട് അല്ലെ. ഒന്ന് ഫൈൻ ഗ്രെയിൻസ് ആയിരിക്കും, അത് ഈ മോൾഡിന്റെ അടുത്തുള്ളതായിരിക്കും, ഔട്ടർ സർഫസിൽ കാണുന്നതായിരിക്കും. ദെൻ കോളംനാർ ഗ്രെയിൻസ് ആണ് അതിന്റെ അടുത്ത സോൺ എന്ന് പറയുന്നത്, ഇന്റർമീഡിയറ്റ് ആയിട്ട് കാണുന്നത്. ഇന്നർ സർഫസിൽ അതിന്റെ കോറിൽ നമുക്ക് കാണുന്നത് തേർഡ് സോൺ ആണ്, ഇറ്റ് ഈസ് എ കോറസ് ഓർ ഇക്വാസിഡ് ഗ്രെയിൻ. ദെൻ ഗ്രെയിൻ ബൗണ്ടറി നമ്മൾ നോക്കിയാണ്. സോ ഗ്രെയിൻ ബൗണ്ടറി പറയുമ്പോൾ അവിടെ 2 ടൈപ്സ് ഓഫ് ഗ്രെയിൻ ബൗണ്ടറി ഉണ്ട്. either it can be a low angle grain boundary or it can be a high angle grain boundary. So this topic is very important. അതായത് what is a low angle grain boundary and what is a high angle grain boundary. ക്വസ്റ്റ്യൻസ് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഇതുപോലത്തെ മെറ്റലർജിന്റെ സബ്ജക്റ്റിലൊക്കെ, വേറെ യൂണിവേഴ്സിറ്റി എക്സാംസിനൊക്കെ. സോ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. So on moving from one grain to another, അല്ലെ, ഒരു ഗ്രെയിൻ അടുത്ത ഗ്രെയിനിലേക്ക് പോകുമ്പോൾ there will be a grain boundary. On moving from one grain to another, the crystallographic orientation changes abruptly. അല്ലെ, ഒരു ഗ്രെയിനിൽ അറ്റോമിക് ഓറിയന്റേഷൻ പെട്ടെന്ന് മാറും അല്ലെ വേറെ അടുത്ത ഗ്രെയിനിലേക്ക് പോകുമ്പോൾ. This misalignment between adjacent grain can be quantified by the
ആംഗിൾ ബിറ്റ്വീൻ ദ റെസ്പെക്റ്റീവ് ക്രിസ്റ്റലോഗ്രാഫിക് ഓറിയന്റേഷൻ. അപ്പോൾ ഒരു ഗ്രെയിനിൽ എങ്ങനെയാണോ ക്രിസ്റ്റൽ ഓറിയന്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ആയിരിക്കില്ല തൊട്ടടുത്ത ഗ്രെയിനിൽ ഓറിയന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് തമ്മിൽ ഒരു ആംഗുലാർ ഡിഫറൻസ് ഉണ്ടാവും അല്ലെ, ഒരു ആംഗുലാർ ടിൽറ്റ് ഉണ്ടാവും, ഒരു ചേഞ്ച് ഉണ്ടാവും. സോ വെൻ ദിസ് മിസ്അലൈൻമെന്റ് ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് എ ഫ്യൂ ഡിഗ്രീസ് അപ് ടു 10 ഡിഗ്രി, അപ്പൊ 10 ഡിഗ്രി വരെ അതിന്റെ ഉള്ളിലുള്ള ഒരു മിസ്അലൈൻമെന്റ് മാത്രമാണെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ഗ്രെയിൻ ബൗണ്ടറിനെ നമ്മൾ ലോ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി എന്ന് വിളിക്കും. സോ ദേ ആർ കോൾഡ് ആസ് ലോ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി ഓർ ടിൽറ്റ് ബൗണ്ടറി എന്നും പറയും. നമുക്ക് ഓൾറെഡി വേറെ ടൈപ്സ് ബൗണ്ടറി ഉണ്ട്, ട്വിൻ ബൗണ്ടറി ഉണ്ട്, ട്വിസ്റ്റ് ബൗണ്ടറി ഒക്കെ ഉണ്ട്. So low angle grain boundary, they are also called tilt boundary. The second one is the high angle grain boundary. They will be having more mismatches in the orientation. So that is the misalignment of the order more than 10 degrees will be there in high angle grain boundary. So ഈ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ അതിന്റെ ഡിഫറെന്റ് ആംഗിൾ ഓഫ് മിസ്അലൈൻമെന്റ് കാണാം. ഹൈ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി ആണ് ഈ ഡോട്ടഡ് ലൈനിൽ കാണിക്കുന്ന ബൗണ്ടറി അല്ലെ, കാരണം ഇവിടെ 3 ക്രിസ്റ്റൽ കാണിക്കുന്നുണ്ട് അല്ലെ, 1, 2 and 3. ഹൈ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി നോക്കിയാൽ നിങ്ങൾ അവിടെയുള്ള മിസ്അലൈൻമെന്റ് നോക്കിയ രണ്ട് ആംഗിളിന്റെ ആക്സിസ് വരച്ചു കഴിഞ്ഞാൽ മിസ്അലൈൻമെന്റിന്റെ ആംഗിൾ നോക്കി ആംഗിൾ ഓഫ് മിസ്അലൈൻമെന്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. നേരെ മറിച്ചിട്ട് ഈ 2 and 3 ഗ്രെയിൻസ് അത് തമ്മിലുള്ള ആംഗിൾ ഓഫ് മിസ്അലൈൻമെന്റ് കുറവാണ്. അപ്പോൾ ആംഗിൾ ഓഫ് മിസ്അലൈൻമെന്റ് ലെസ് ദാൻ 10 ഡിഗ്രി ആയി കഴിഞ്ഞാൽ, ഓൾമോസ്റ്റ് 10 ഡിഗ്രി കുറവല്ലായി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ലോ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയും. Otherwise we will call it as a high angle grain boundary. Next one is effects on dislocation. ഈ ഗ്രെയിൻസ് ആൻഡ് ഗ്രെയിൻ ബൗണ്ടറീസിന് ഡിസ്ലൊക്കേഷനുമായിട്ടുള്ള എഫക്റ്റ് ആണെന്ന് പറയുന്നത്. ഇതിൽ 2 പോയിന്റ് പറയുന്നുണ്ട്, എഫക്ട് ഓൺ ഡിസ്ലൊക്കേഷൻ ആൻഡ് എഫക്ട് ഓൺ ക്രീപ്പ്. നമുക്കറിയാം ഡിസ്ലൊക്കേഷൻസ് ഉണ്ടാകുമ്പോൾ ഈ ഡിസ്ലൊക്കേഷൻസ് എന്താണ്, സ്ലിപ്പ് ഉണ്ടാവുമല്ലോ. ഡിസ്ലൊക്കേഷൻസ് ആണ്, ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ്സ് ആണ്. സോ എപ്പോഴും ഈ ഗ്രെയിൻ ബൗണ്ടറീസ് ഇതിന് ഒരു ബാരിയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ ഗ്രെയിൻ ബൗണ്ടറീസ് വിൽ റെസിസ്റ്റ് ദ മൂവ്മെന്റ് ഓഫ് ദി ഡിസ്ലൊക്കേഷൻസ്. വാട്ട് ഹാപ്പൻസ് ഈസ് ദീസ് ഡിസ്ലൊക്കേഷൻസ് ബിഗിൻ ടു പൈൽ അപ്പ് നിയർ ദ ഗ്രെയിൻ ബൗണ്ടറീസ്. അപ്പോൾ ഗ്രെയിൻ ബൗണ്ടറീസ് എടുത്ത് ഇത് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടി തുടങ്ങും ഈ ഡിസ്ലൊക്കേഷൻസ്. അപ്പോൾ ഈ ഗ്രെയിൻ ബൗണ്ടറീസിന്റെ അടുത്ത് എന്തായിരിക്കും, അത് അങ്ങനെ സ്റ്റാക്ക് ചെയ്ത് അതിന്റെ ഡെൻസിറ്റി അവിടെ കൂടും. അപ്പോൾ ഈ ഗ്രെയിൻ ബൗണ്ടറീസിന്റെ അടുത്ത് എന്തായിരിക്കും, ആ മെറ്റീരിയൽ കുറച്ച് ഹാർഡ് ആയിരിക്കും. ബൗണ്ടറി റീജിയന്റെ അടുത്ത് അതിന്റെ ഹാർഡ്നെസ് കൂടുതലായിരിക്കും വെൻ കമ്പയർ ടു ദി സെൻട്രൽ റീജിയൻ ഓഫ് ദ ഗ്രെയിൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഗ്രെയിൻ സൈസ് വെച്ച് നോക്കിയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. സ്മോൾ സൈസ്ഡ് ഗ്രെയിൻ ആണെങ്കിൽ ഔട്ടർ ലെയർ ഹാർഡ് പറഞ്ഞാൽ ഓൾമോസ്റ്റ് അതിന്റെ മൊത്തത്തിൽ ഗ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് എന്തായിരിക്കും, ഹാർഡായിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ ലാർജ് സൈസ്ഡ് ഗ്രെയിൻ എന്ത് സംഭവിക്കും, അവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സെന്റർ ഇപ്പോഴും അത്ര ഹാർഡ്നെസ് ഉണ്ടാവില്ല, പക്ഷെ അതിന്റെ ഔട്ടർ ബൗണ്ടറിയുടെ അടുത്ത് മാത്രമേ ഹാർഡ്നെസ് ഉണ്ടാവും. ശരിയല്ലേ? പക്ഷെ അതിന്റെ സൈസ് കുറഞ്ഞുകൊണ്ട് പോകുമ്പോൾ കംപ്ലീറ്റ് ഗ്രെയിനും ഹാർഡായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലെ. ഓക്കെ, so that is the effect on dislocation. The smaller grains will be more, the hardness of the smaller grains will be more when compared to bigger grains. Okay, because അതിൽ ഈ ഡിസ്ലൊക്കേഷൻ സ്റ്റാക്ക് ചെയ്ത് നിൽക്കുന്ന കാരണം നമുക്ക് കൂടുതൽ ഹാർഡ്നെസ് കിട്ടും. So that means a fine grained material or grain will impose more barriers to dislocation mobility. Okay, and leads to higher strength and hardness compared to coarse grained one. അപ്പോൾ അതാണ് ഡിസ്ലൊക്കേഷനിലെ എഫക്ട്. അതുപോലെ തന്നെ ക്രീപ്പിലുള്ള എഫക്റ്റും കൂടിയുണ്ട്. എന്താണ് ക്രീപ്പിലുള്ള എഫക്ട്? ഇൻ മെറ്റീരിയൽ സയൻസ് സംടൈംസ് കോൾഡ് ഫ്ലോ, it is a tendency of a solid material to move slowly or deform permanently under the influence of persistent mechanical stresses. That is the tendency of a material to slowly deform over a long period of exposure to high levels of stresses. സോ നമുക്കറിയാം മെറ്റീരിയലിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ക്രീപ്പ് റെസിസ്റ്റൻസ് അല്ലെ. ഈ ക്രീപ്പിനെ റെസിസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഒരു പ്രോപ്പർട്ടി. എന്താണ് ക്രീപ്പ് നമുക്കറിയാം അല്ലെ. ഓവർ ടൈമിലെ ഒരു മെറ്റീരിയലിന്റെ കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെസ് കൊടുക്കുമ്പോൾ അതിൽ വരുന്ന ചേഞ്ച് മീൻസ് ഡിഫോർമേഷനെയാണ് നമ്മൾ ക്രീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഗ്രെയിൻ ബൗണ്ടറീസിന് ക്രീപ്പുമായിട്ടുള്ള ഇത് നമ്മൾ ഓൾറെഡി ഒരു ഫിഗർ വെച്ച് നോക്കിയാണല്ലേ. കാരണം അറ്റ് ഹൈ ടെമ്പറേച്ചർ ഉണ്ടാകുമ്പോൾ എന്താണ്, ഈ ബൗണ്ടറിയിലെ ഗ്രെയിൻസ് മാത്രം വീക്ക് ആവാൻ തുടങ്ങും കമ്പയർഡ് ടു ദി ഇന്നർ ആറ്റംസ് ഇൻ ദി അല്ലെ. അതായത് ഒരു ഗ്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രെയിൻ ബൗണ്ടറിയിലെ ആറ്റംസ് മാത്രം അറ്റോമിക് ബോൺസ് വീക്ക് ആവാൻ വേണ്ടി തുടങ്ങും വെൻ കമ്പയർഡ് ടു ദി അറ്റോമിക് ബോൺസ് ഇൻ ദി ഇൻസൈഡ് ഓർ ഇൻ ദ കോർ ഓഫ് ദ ഗ്രെയിൻ. അപ്പൊ എന്ത് സംഭവിക്കും, ഈ ബൗണ്ടറി അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ദാറ്റ് ഈസ് ദ സ്ലൈഡിങ് ഓഫ് ഗ്രെയിൻ ബൗണ്ടറീസ് അല്ലെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്.
അപ്പോൾ ഈ ഗ്രെയിൻ ബൗണ്ടറി സ്ലൈഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടി തുടങ്ങും. സോ ദിസ് ആക്ച്വലി ഒക്കേഴ്സ് അറ്റ് ഹൈ ടെമ്പറേച്ചേഴ്സ്. അതായത് അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണോ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് 0.5 ടൈംസ് എത്തുമ്പോഴാണ്, അതിന് മുകളിലേക്കാണ് ഇത് സാധാരണയായിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. At high temperature, the grain boundaries become weaker. So if you draw some test lines, നമ്മൾ ടെസ്റ്റ് ലൈൻസ് വെച്ച് നോക്കിയാൽ ടെസ്റ്റ് ലൈൻസ് across the grain boundary before deformation, it is seen grain across the grain boundaries are slide with respect to each other. Okay, so this happens only at high temperatures. This phenomena of grain boundary sliding is observed above 0.5 times the melting point temperature. This phenomena increases with the temperature and leads to creep in a crystalline material. അപ്പോൾ ഇത് ഫൈനലി അതൊരു മെക്കാനിസം ഓഫ് ക്രീപ്പ് ആണല്ലോ, അതിൽ നമ്മൾ നോക്കിയാണ്. അപ്പോൾ അതൊരു ക്രീപ്പിന് വഴിവെക്കും. ഓക്കെ, അപ്പോൾ ഈ ഗ്രെയിൻ ബൗണ്ടറീസിന്റെ എങ്ങനെയൊക്കെയാണ് അത് ഡിസ്ലൊക്കേഷനെയും ക്രീപ്പിനെയും എഫക്ട് ചെയ്യുന്നതാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. സോ ഗ്രെയിൻ ബൗണ്ടറി സ്ലൈഡിംഗ് ആണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് അല്ലേ. ബിഫോർ ഡിഫോർമേഷൻ നമ്മൾ ടെസ്റ്റ് ലൈൻസ് വരച്ചു. സോ ആഫ്റ്റർ ഡിഫോർമേഷൻ നമുക്കറിയാം ടെസ്റ്റ് ലൈൻസ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ, സ്ലൈഡ് ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം ഗ്രെയിൻസ്. So grain 2 has slided with respect to grain 3. So next one is a Hall-Peck equation. അപ്പോൾ ഇത് ശരിക്കും ഫസ്റ്റ് മൊഡ്യൂളിന്റെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടാണ് വരുന്നത്, Hall-Peck equation. നമ്മൾ ഓൾറെഡി ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്തു. സിഗ്മ 0 is sigma I plus k by root b. So it represents the general relationship between the yield stress and grain size. Where sigma 0 is the yield strength, d is the average diameter of the grains, and sigma I and k are constants of the material. ഓക്കെ, അപ്പോൾ ഇത് ഗ്രെയിൻസിന്റെ ഗ്രെയിൻ സൈസും അതിന്റെ yield സ്ട്രെസ്സും തമ്മിലുള്ള റിലേഷൻ ആണ് Hall-Peck ഇക്വേഷനിൽ പറയുന്നത്. ഓൾറെഡി നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്തതാണ്. പ്രോബ്ലം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലംസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക, എങ്ങനെയാണ് ചെയ്യേണ്ടത് മനസ്സിലാക്കുക, നമ്മൾ ഓൾറെഡി ചെയ്ത പ്രോബ്ലംസ് ഒന്നും കൂടി വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് ഈ ഒരു സ്ലൈഡിലുള്ളത്. അടുത്ത് നമ്മൾ വരുന്നത് നെക്സ്റ്റ് സെക്കൻഡ് മോഡ്യൂളിൽ വരുന്ന ടോപ്പിക്കാണ് ഡിഫറെന്റ് ഡിഫക്ട്സ്. ക്രിസ്റ്റൽ ഇംപെർഫെക്ഷനിൽ വരുന്ന ടോപ്പിക്കാണ്. വാട്ട് ആർ ദ ക്രിസ്റ്റൽ ഡിഫക്ട്സ് ഓർ ക്രിസ്റ്റൽ ഇംപെർഫെക്ഷൻസ്. അപ്പോൾ അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും, എന്താണ് ക്രിസ്റ്റൽ ഇംപെർഫെക്ഷൻസ് ആൻഡ് ക്രിസ്റ്റൽ ഡിഫക്ട്സ്. ഓക്കെ, ആകാശ് സർ